ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന് പോണം, ദുബായിൽ വന്ന് അവിടെ പോകണം എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. കരാമയിലേക്ക്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് കേട്ടോ, ബസ്സിന് പോകാമെന്ന് ഓർത്തു. അങ്ങനെ നമ്മൾ കാശിക്കോട്ടനെ എടുക്കമ്മാന്ന് പറഞ്ഞ് നടക്കുക. കാശിക്കോട്ടന് മുടി വെട്ടിയത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ കയറിയിരുന്നു കേട്ടോ. അപ്പം നല്ലൊരു സുഖമുണ്ട്, പുറത്ത് ചൂടും അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പ്. അങ്ങനെ നല്ല സുഖമുണ്ടായിരുന്നു. അതിനുശേഷം ബസ്സൊക്കെ വന്നു കേട്ടോ. ബസ് ഇവിടുന്ന് ശരിക്കും ഒരു അരമണിക്കൂറുണ്ട് കരാമയിലേക്ക്. ശരിക്കും അരമണിക്കൂറുള്ളൂ. ബട്ട് ആ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കൂടി ഉള്ളതുകൊണ്ട് ഈവനിങ് ടൈമല്ലേ, അപ്പോൾ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കൂടി വരുന്നതുകൊണ്ട് എന്തായാലും 1 മണിക്കൂർ പിടിക്കുമായിരിക്കും നമ്മളവിടെ എത്താൻ. ശരിക്കും മെട്രോയിലൊക്കെ പോയി അരമണിക്കൂറുള്ളൂ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി, കാർഡ് ടാപ്പ് ചെയ്തു. അങ്ങനെ എല്ലാവരും കാർഡൊക്കെ ടാപ്പ് ചെയ്ത് ബസ്സിൽ കയറിയിട്ട് ഈ ഒരു ടൈം ഭയങ്കര തിരക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണൊന്ന് ജാമായതാണ് കേട്ടോ അത് കണ്ടത്. അങ്ങനെ നമ്മൾ സീറ്റൊക്കെ കിട്ടിയിട്ടോ. അങ്ങനെ കയറിയിരുന്നു. നല്ല ഈ ഒരു ഈവനിങ് ടൈമൊക്കെ നല്ല ഹെവി തിരക്ക്, കാരണം ആൾക്കാരൊക്കെ വർക്ക് കഴിഞ്ഞ് തിരിച്ച് റൂമിലും ഒക്കെ പോകുന്നതിൻ്റെ നല്ല തിരക്കും കാര്യങ്ങളും ആയിരിക്കും കേട്ടോ. അങ്ങനെ കാശിക്കൂട്ടൻ ഇന്ന് ഉറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് അവൻ ഉറങ്ങിപ്പോയായിരുന്നു. കുറച്ച് നേരം ഉറങ്ങി. അപ്പോൾ 1 മണിക്കൂർ ടൈം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി ഗൈസ്, കരാമയിലെത്തി. എൻ്റെ സൗണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടാവില്ല, കോൾഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കരാമയിലെത്തി. ഞാൻ വയനാടൻ ചായക്കടയൊക്കെ എത്തിയപ്പോൾ ശരിക്കും നമ്മൾ റീൽസിലൊക്കെ കാണുന്നില്ലേ, എന്തേ കാണുന്നത്, നമ്മൾ കേരളത്തിലെത്തിയ അതേ ഒരു ഫീലാണ് കേട്ടോ. നിറച്ച് മലയാളീസാണ്. എത്ര മലയാളീസിനെ കാണണം അതൊക്കെ അവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. ഇപ്പോൾ കാശിക്കൂട്ടൻ എന്തെങ്കിലും വേണം എന്ന് പറയുന്ന കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പുറമുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറി കാശിക്കൂട്ടന് ഒരു മിഠായിയൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ അശ്വതേച്ചി വന്നു കേട്ടോ. അശ്വതേച്ചി ഇവിടെ കരാമയിൽ തന്നെയാണ് കേട്ടോ സ്റ്റേ. അങ്ങനെ എനിക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടൊരു സാധനം മേടിച്ചു, എൻ്റെ ലഡു. ഞാൻ കുറച്ച് നാളുകളായിട്ട് ലഡുവിന് അഡിക്റ്റാണ് ഗൈസ്. അങ്ങനെ അവിടെ സോപാനമൊക്കെ കണ്ടിട്ട് ഫുൾ മലയാളി റെസ്റ്റോറൻറ്റ്സാണ്. ഫുള്ളെന്ന് വെച്ചാൽ ഫുള്ള്. അതിൽ ഏതെങ്കിലും അവിടെ എവിടെയെങ്കിലും ഒക്കെ ഒരെണ്ണം കണ്ടാലേ ഉള്ളൂ. നമ്മൾ ദുബായ് റെസ്റ്റോറൻറ്റ്സൊക്കെ ഇവിടെ കാണൽ കുറവാണ്. അങ്ങനെ നമ്മൾ ആരാമം എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് കേട്ടോ കയറി, റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത്. അവിടെ അശ്വതേശി റെഫർ ചെയ്തതാണ്. നമ്മളങ്ങനെ ഉണ്ടെന്ന് പെട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി മാത്രം കയറിയതാണ് കേട്ടോ. എന്തായാലും വന്നതല്ലേ, ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോയേക്കാം. അങ്ങനെ ഇത് ഫുള്ള് ഞങ്ങൾക്ക് തിന്നാൻ കൊണ്ട് വെച്ചേക്കുന്നില്ല കേട്ടോ. ഇതിൽ ഏത് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ കോഴിക്കട്ടയാണ് കേട്ടോ കഴിച്ചത്. അവരെന്തൊക്കെയോ ഇലയുടെയോ ഉള്ളിവടയോ സുഗിന്ന് എന്തൊക്കെ മേടിച്ചു. അപ്പോൾ കാശിക്കൂട്ടന് ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ട് വാശിയായിരുന്നു. അപ്പോൾ അവന് ചിക്കൻ മേടിച്ചു കൊടുക്കാൻ ഓർത്തു. അപ്പോൾ നമ്മൾ 2 പീസ് ചിക്കൻ 65 കൂടെ ഓർഡർ ചെയ്തു കേട്ടോ. ഞാനും ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ അശ്വതേച്ചിക്ക് നമ്മൾ ബായിയൊക്കെ കൊടുത്തു. അശ്വതേച്ചി തിരിച്ചു പോവാം. നമുക്കിവിടെ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ബുർജ് മാളിലൊക്കെ പോകാനുണ്ട്. അങ്ങനെ അശ്വതേച്ചിനോട് ടാറ്റ പറഞ്ഞ് നമ്മൾ മെട്രോ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. കണ്ടോ, എവിടെ നോക്കിയാലും മലയാളികളുടെ കടയാണ് ഗൈസ്. മലയാളികളെ തട്ടിയിട്ട് കരാമയിൽ നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഗതിയാണ് ശരിക്കും. ഈവനിങ് ടൈം ആയപ്പോൾ ആയിരിക്കും എല്ലാവരും ഇവിടെ വന്നത് കേട്ടോ. അപ്പോൾ നിറച്ചും ആൾക്കാരുണ്ട് ഇവിടെ. ഹോളിഡേയ്സിലൊന്നും കരാമയിലേക്ക് അടുക്കാൻ പറ്റില്ല എന്നാണ് പറയുക, അത്ര തിരക്കായിരിക്കും. കാരണം ശരിക്കും നമ്മളൊരു ബാംഗ്ലൂർ കർണാടക വന്നൊരു ഫീലാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത്. പിന്നെ നമ്മുടെ മലയാളീസിൻ്റെ ഫുള്ള് വയനാടൻ തട്ടുകടമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ നാട്ടിലെത്തിയൊരു ഫീലായിരുന്നു. ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് പോയാലേ നമ്മുടെ നാട്ടിൻ്റെ വാല്യൂ എത്ര ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക ശരിക്കും. അങ്ങനെ ഞങ്ങൾ മെട്രോയിലേക്ക് നിറച്ച് തിരക്കാം. അവിടെ ഒരു പാട്ട്, നമ്മുടെ പണ്ടത്തെ മലയാളം സോങ് ഇട്ടേക്കുന്നിട്ട് അവിടെ, അത് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ഈ സമയത്തൊക്കെ നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. ഇങ്ങനെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല, നല്ല തിരക്കുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ വർക്ക് കഴിഞ്ഞ് പോകുന്നതായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇവിടെ വന്നാൽ താമസം എന്നാണ് എനിക്ക് തോന്നുന്നത് കരാമയിൽ കേട്ടോ. അത്രയ്ക്ക് മലയാളീസ് ഉണ്ട് കേസ് ഇവിടെ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടു. നമുക്ക് നാട്ടിലേക്ക് എത്തിയൊരു ഫീലല്ലേ, മലയാളീസിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം ഇവിടെയൊക്കെ വരുമ്പോൾ. അങ്ങനെ ഇപ്പോൾ ദുബായ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആ ഭീകരതയൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഫുൾ മലയാളീസും കാര്യങ്ങളും ജിൽ കൂളാണ് ഇവിടെ. അടിപൊളിയാണ് ശരിക്കും കേട്ടോ ദുബായ്. അങ്ങനെ ഞങ്ങൾ മെട്രോ കയറാൻ വേണ്ടിയുള്ള പോക്കാണ്. കാശിക്കോട്ടിന് ഭയങ്കര അവിടെ ഇവിടെയൊക്കെ ഇപ്പം ദീപാവലീൻ്റെ ഒരു ഇത് തുടങ്ങിയപ്പം എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ, റൂമിൻ്റെ സൈഡൊക്കെ ലൈറ്റും കാര്യങ്ങളും നല്ല രസമുണ്ട്. മെട്രോ കയറാൻ പോയപ്പോൾ ആദ്യത്തെ വന്നപ്പോൾ ഒട്ടുക്കത്ത് തിരക്കാ ഗൈസ്. അതിൽ കയറിയില്ല, ഇടിച്ച് തിരക്കിയ കുട്ടീനെ കൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വന്ന് അതിൽ കയറാമെന്ന് ഓർത്തു. അതിലും തിരക്കായിരുന്നു, ബട്ട് കയറാണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്തിട്ട് കയറി. നമ്മളിപ്പോൾ ബുർജ് മാളിലേക്കാണ് കേട്ടോ പോകുന്നത്. ഏട്ടനൊരു ഓഫീസിൽ എന്തോ ഒരു കാര്യമുണ്ട്.
ആരെയോ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ മെട്രോയൊക്കെ ഇറങ്ങി എന്തൊരു തിരക്കും തിരക്കുവാണെന്നറിയോ. അതിൻ്റെ ഇടയ്ക്ക് പോകാൻ ഭയങ്കര, നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൂടെ പോകുന്ന ഒരു ഗതിയായിരുന്നു അതിലൂടെ, അത്ര തിരക്കാണ്. പിന്നെ എക്സ്കലേറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ എന്താണെന്ന് വെച്ചാൽ ഫെസിലിറ്റി കൂടുതലാണല്ലോ. സ്റ്റെപ്പിൽ കൂടെ ഒന്നും നടന്നു കയറണ്ട, അങ്ങ് നിന്നാൽ മതി. അങ്ങനത്തെ കുറേ ഫെസിലിറ്റീസിൻ്റെയൊക്കെ ഇതിൽ അടിപൊളിയാണ്. അങ്ങനെ ബുർജുമാനിലെത്തിയിട്ട് അങ്ങനെ ഇവിടെ കുറച്ച് പരിപാടിയുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് നേരം പോസ്റ്റാവും, കാരണം ഏട്ടന് കുറച്ച് പരിപാടിയുണ്ട്. കുറച്ച് പരിപാടി എന്ന് വെച്ചാൽ 10-15 മിനിറ്റ് പരിപാടിയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ മാക്സിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏട്ടന് കാത്തിരിക്കുക. അപ്പോൾ കുറേ എന്തോ അവിടെ ഫയർ എഞ്ചിനൊക്കെ പോകുന്നുണ്ടായിരുന്നു, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. ഞങ്ങൾ മാക്സിന് മുമ്പിലാട്ടോ വന്ന് നിന്നത്. എൻ്റെ കണ്ണ് മാക്സിനും ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഫുൾ ഡ്രസ്സുകളിലേക്കായിരുന്നു കേസ്. അതിനിടയ്ക്ക് ഞാൻ ഒരു സിംഗപ്പെണ്ണിനെ കണ്ടു കേസ്. കണ്ടോ തന്നെ ഇവിടുത്തെ മോട്ടോർ സൈക്കിൾ ഓടിച്ച് പോകുന്നത് കണ്ടോ. എന്താലേ EMIക്ക് ഇവിടെയാണെന്ന് തോന്നുന്നു വർക്ക്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പോകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. എന്താലേ ജീവിക്കാൻ വേണ്ടി ഓരോരുത്തർ ഏത് പ്രായത്തിലും കഷ്ടപ്പെടുന്നതാണല്ലോ. റിയൽ സിംഗപ്പെണ്ണ്. അങ്ങനെ നമ്മൾ അവിടെ ഏട്ടനെ വന്നു. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് പോസ്റ്റായിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഏട്ടൻ വന്ന് നമ്മൾ ശരിക്കും ഇനി യൂണിയനിലേക്ക് പോവുകയാണ്. അവിടുന്ന് മെട്രോയ്ക്ക് പോവാം. ബസ്സിലൊക്കെ ഇനി പോകുന്നത് ഭയങ്കര റിസ്ക് ആയിരിക്കും, ഭയങ്കര ബ്ലോക്കായിരിക്കും കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്ലോക്ക് കാശീനെയും കൊണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി ഗസ്, യൂണിയനിലെത്തി. ഈ യൂണിയനിൽ നിന്നൊരു 10 മിനിറ്റ് അങ്ങോട്ട് നടക്കാനേ ഉള്ളൂ കേട്ടോ നമ്മുടെ റൂമിലേക്ക്. 10-15 മിനിറ്റേ ഉള്ളൂ റൂമിലേക്ക് ശരിക്കും. അങ്ങനെ നമ്മൾ നെസ്റ്റോയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സാധനം എന്ന് വെച്ചാൽ 2-3 സാധനം, കുറച്ച് പാലും. പിന്നെ എനിക്ക് മെയിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഗസ്. പുട്ടുകുറ്റി വേണമായിരുന്നു. എനിക്ക് പുട്ട് തിന്നാൻ കൊതിയായിരുന്നു. വീട്ടിൽ നിന്ന് ഞാൻ പുട്ടുപൊടിയൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ പാത്രങ്ങൾക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ എൻ്റെ കാശിക്കൂടെ ഞാൻ കുറച്ച് നേരം കൊഞ്ചിച്ചു. പക്ഷെ അവനെ കൊഞ്ചിക്കാൻ കൊള്ളില്ല ഗസ്, അവൻ ഉപദ്രവിക്കും. അങ്ങനെ അവനൊരു മിഠായിയൊക്കെ മേടിച്ചു കൊടുത്ത് നമ്മൾ കുറച്ച് സാധനമൊക്കെ മേടിച്ച് ഇറങ്ങി കേട്ടോ. നല്ല രസമാണ് കേട്ടോ. നമ്മുടെ ദുബായ് ഫുൾ ലൈറ്റ് വൈബിലാണ്. നൈറ്റാണ് കാണേണ്ടത്, ലൈറ്റ് വൈബ്. അങ്ങനെ നമ്മൾ അൽബറാഹയിൽ നമ്മുടെ റൂമിലെത്തി ഗൈസ്. എൻ്റെ കാശിക്കൂടെ ഉറങ്ങിപ്പോയിട്ടോ. ഇന്നത്തെ ദിവസം എൻ്റെ കുട്ടി ഉറങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ ആൾക്ക് ചെറിയ കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ്റെ കോൾഡാണെങ്കിൽ എനിക്കും പിടിച്ച് ഫുൾ സീനായിട്ടിരിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ, നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.